എല്ലാവർക്കും നമസ്കാരം. പലരും ആത്മീയതയിലേക്ക് വരുമ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണയോടെയാണ് തുടങ്ങുന്നത്. എന്റെ മനസ്സ് പൂർണ്ണമായി നിയന്ത്രണത്തിലാവണം, എന്റെ മനസ്സ് പൂർണ്ണമായി നിശ്ചലമാവണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജനിച്ച നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെ നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ശ്വാസം നടന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ രക്തധമനികളിൽ രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിലയ്ക്കുന്നില്ല. അതുപോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ മനസ്സ് മാത്രം നിർത്തണം എന്ന് നമുക്ക് എന്തുകൊണ്ട് തോന്നുന്നു? മനസ്സും ഒരു സ്വാഭാവിക പ്രവർത്തനമാണ്. അത് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, അനുഭവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മനസ്സിനെ നിശ്ചലമാക്കലല്ല, മറിച്ച് മനസ്സിനെ തയ്യാറാക്കലാണ്, മനസ്സിനെ മനസ്സിലാക്കുന്നതാണ്. സത്യത്തിൽ മനസ്സ് ദൈവത്തിന്റെ ഒരു വരദാനമാണ്. ഇന്ന് ഈ ലോകത്തിലുള്ള സകല പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങളുടെയും പിന്നിൽ മനുഷ്യ മനസ്സുകളാണ്. നിർഭാഗ്യവശാൽ നാശങ്ങളുടെയും യുദ്ധത്തിന്റെയും പുറകിൽ പ്രവർത്തിക്കുന്നതും മനുഷ്യ മനസ്സുകൾ തന്നെയാണ്. ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും ഒടുവിൽ ഞാൻ ആരാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനും ദൈവം നമുക്ക് തന്ന അനുഗ്രഹമാണ് മനസ്സ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നോ യുവർ മൈൻഡ് ത്രൂ വേദാന്ത എന്ന സീരീസ് ആരംഭിച്ചു. നമ്മൾ ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ആദ്യം നമ്മൾ അതിന്റെ ബേസിക്സ്, അതായത് അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് എന്താണ് അന്ധകരണം, അതിന്റെ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. പിന്നീട് നമ്മൾ മനസ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് 3 വീഡിയോകളിലൂടെ വ്യക്തമാക്കി. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻസ്, അതിന്റെ പരിഹാരങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിനെ തയ്യാറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ നീക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സ് നിയന്ത്രിക്കുന്നതും മോക്ഷവും തമ്മിലുള്ള ബന്ധം, മൈൻഡ് കൺട്രോൾ ആൻഡ് എൻലൈറ്റൻമെന്റ്. പലരും വിശ്വസിക്കുന്നത് മോക്ഷം അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് നേടണമെങ്കിൽ എൻ്റെ മനസ്സ് 100% നിശബ്ദമാവണം അല്ലെങ്കിൽ നിയന്ത്രണത്തിലാവണം എന്നാണ്. എന്നാൽ ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. മോക്ഷം എന്നത് പൂർണ്ണ നിയന്ത്രണത്തിലായ ഒരു മനസ്സിന്റെ ഫലമല്ല, മറിച്ച് അജ്ഞാനം നീങ്ങി ശരിയായ ജ്ഞാനം വരുന്നതിന്റെ ഫലമാണ്. ശരിയായ അറിവിന്റെ അനന്തര ഫലമാണ് എൻലൈറ്റൻമെന്റ്. അത് ഒരു തിരിച്ചറിവ് ആണ്. ഞാൻ മനസ്സല്ല, ഞാൻ ശരീരമല്ല, മറിച്ച് ഞാൻ അതിനെ അറിയുന്ന ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ് ആണ്, ചൈതന്യമാണ് എന്ന തിരിച്ചറിവ്. പക്ഷേ പൂർണ്ണമായി അശാന്തമായ അല്ലെങ്കിൽ അസ്വസ്ഥമായ ഒരു മനസ്സിൽ ഈ സത്യമോ ഈ ജ്ഞാനമോ ഉദിക്കുകയില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ജ്ഞാനത്തിന് തയ്യാറായ ഒരു മനസ്സാണ്, സമാധാനപരമായ, ഒരു പരിധിവരെ ശ്രദ്ധയുള്ള ഒരു മനസ്സ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് വേദാന്തം അന്ധകരണത്തിന്റെ 3 അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് മനോലയം, അതായത് താൽക്കാലികമായി മനസ്സ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ. ഇത് വളരെ സ്വാഭാവികമായി നമ്മളുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. സുഷുപ്തി എന്ന അവസ്ഥയിൽ എത്തുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തനവും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും പൂർണ്ണമായി നിലയ്ക്കുന്നു. നമ്മൾ ഗാഢനിദ്രയിൽ പ്രവേശിക്കുന്നു. ഇവിടെ ചിന്തകളില്ല, ആഗ്രഹങ്ങളില്ല, മനസ്സ് താൽക്കാലികമായി ശാന്തമാകുന്നു. ഇത് നമ്മൾ നിത്യേന അനുഭവിക്കുന്ന ഒന്നാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് മനോനിഗ്രഹം, കൺട്രോൾ ആൻഡ് ട്രെയിനിങ് ഓഫ് ദ മൈൻഡ് അല്ലെങ്കിൽ മൈൻഡ് മാസ്റ്ററി. നിയന്ത്രണ വിധേയമായ ഒരു മനസ്സാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചിന്തകളെ നമുക്ക് അറിയാനും നിയന്ത്രിക്കാനും കഴിയും. സാധനങ്ങളിലൂടെയും പരിശീലനങ്ങളിലൂടെയും മനോനിഗ്രഹം നമുക്ക് നേടിയെടുക്കാം. ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വിഷയം മനോനിഗ്രഹമാണ്. അടുത്തത് മനോനാശം. ഇവിടെ നാശം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ നശിപ്പിക്കുക എന്നല്ല, മറിച്ച് മനസ്സിന്റെ തെറ്റായ ഐഡന്റിറ്റീസ്, അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള പ്രാക്ടീസുകളോ സാധനകളോ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇത് അനന്തര ഫലമാണ്. മനസ്സിനെ ജയിച്ച ഒരു അവസ്ഥയാണ്. പൂർണ്ണമായിട്ടും ഞാൻ എന്നത് മനസ്സ് അല്ല എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. മനോനാശത്തിനെ മോക്ഷം എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് മനോനിഗ്രഹത്തെക്കുറിച്ചും മനോനാശത്തിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം. മനോനിഗ്രഹത്തിന്റെ സാധനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം മനോനിഗ്രഹം നേടിയെടുക്കുക എന്നതാണ്. അതായത് മൈൻഡ് കൺട്രോൾ, മാസ്റ്ററി ഓഫ് മൈൻഡ് നേടിയെടുക്കുക എന്നതാണ്. ഇതിനെ 3 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തേത് മനോനിഗ്രഹം, അതായത് മെന്റൽ പ്രിപ്പറേഷൻ, ജ്ഞാനം നേടാൻ വേണ്ടി മനസ്സിനെ തയ്യാറാക്കുക. ഇതിന് പ്രധാനമായും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 4S പ്രാക്ടീസ് എന്ന പ്രാക്ടീസും 6 എബിലിറ്റീസ് ഷഡ് സമ്പത്ത് എന്ന പ്രാക്ടീസിനെയും കുറിച്ചാണ്.
അടുത്തത് ജ്ഞാനം, സെൽഫ് നോളജ്. തയ്യാറായിട്ടുള്ള ഒരു മനസ്സിൽ ഈ ജ്ഞാനം എളുപ്പത്തിൽ പ്രവർത്തിക്കുന്നു. അതാണ് സെൽഫ് നോളജ്. അത് ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെയാണ് നേടിയെടുക്കേണ്ടത്. ഇത് രണ്ടിന്റെയും അനന്തരഫലമായി മനോനാശം, അതായത് എൻലൈറ്റൻമെന്റ് സംഭവിക്കുന്നു. ഇവിടെ സാധനകളില്ല, പ്രാക്ടീസുകളില്ല. നമ്മളുടെ ഐഡന്റിറ്റി, അഹങ്കാരം പൂർണ്ണമായി ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഐഡന്റിറ്റി, അതായത് വ്യാവഹാരിക ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഐഡന്റിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഞാൻ എന്ന തെറ്റായ ബോധം ഇല്ലാതാകുന്നു. നമ്മളുടെ ബന്ധനങ്ങൾ അവസാനിക്കുന്നു. നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ 2 ഘട്ടങ്ങൾ സംഭവിച്ചാൽ മാത്രമേ മൂന്നാമത്തെ ഘട്ടം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സാധനകളെ ഒന്ന് വിശദമായി പരിചയപ്പെടാം. ആദ്യം നമുക്ക് ആത്മീയ യാത്രയിലെ 4 എസ്സുകള് ഏതെല്ലാമാണെന്ന് നോക്കാം. മനോനിയന്ത്രണത്തിനും ജ്ഞാനത്തിനും മനസ്സിനെ തയ്യാറാക്കുന്ന 4 കാര്യങ്ങളാണ്. ആദ്യത്തേത് സ്വാധ്യായം. ആത്മജ്ഞാനം നേടാൻ വേണ്ടിയുള്ള പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് സാധന. സാധന എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള ഭക്തി സാധനകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അടുത്തത് സേവ, സെൽഫ്ലെസ് സർവീസ്. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന അവസ്ഥ. അവസാനമായി സമാധി. സമാധി എന്നാൽ ഇവിടെ ധ്യാനമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാനും ശാന്തമാക്കാനും ധ്യാനം കൂടിയേ കഴിയൂ. ഇനി നമുക്ക് ഈ ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. സ്വാധ്യായം. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം പൊതുവെ സംസാരിച്ച ഒരു കാര്യമാണ് അജ്ഞാനത്തെക്കുറിച്ച്. നമ്മുടെ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം അജ്ഞാനമാണ്. അപ്പോൾ ആദ്യത്തെ പടി ശരിയായ ജ്ഞാനം നേടുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ എന്നാൽ ഈ ശരീരമാണ്, ഈ മനസ്സാണ് എന്നതാണ്. അതാണ് അജ്ഞാനം. സത്യത്തിൽ അജ്ഞാനം എന്നത് ജ്ഞാനം ഇല്ലാത്ത അവസ്ഥ അല്ല, മറിച്ച് തെറ്റായ ജ്ഞാനം ഉള്ള അവസ്ഥ കൂടിയാണ്. അപ്പോൾ നമ്മൾ ശരിയായ അറിവ് നേടുക എന്നതാണ്. അതിന് പഠനം ആവശ്യമാണ്. അതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. അടുത്തത് സാധന. നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്, അസ്ഥിരമാണ്. അപ്പോൾ മനസ്സിനെ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചു നിർത്തണം. അതിന് ഏറ്റവും നല്ലത് ഭക്തിയാണ്. ഈശ്വരനിൽ മനസ്സിനെ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയും. പ്രാർത്ഥനകൾ, ഭക്തി എല്ലാം നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കുകയും ഒരു ശരണാഗതി, സറണ്ടർ എന്ന അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഭക്തി സാധനകൾ. അടുത്തത് സേവ. നമ്മുടെ മനസ്സിന്റെ മമാകാരം, സ്വാർത്ഥത ഇതെല്ലാം കുറയ്ക്കാൻ സേവ അനിവാര്യമാണ്. സേവ എന്നാൽ സെൽഫ്ലെസ് ആക്ഷൻ, സെൽഫ്ലെസ് സർവീസ്. മറ്റുള്ളവരെ ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുക. എല്ലാ ട്രഡീഷനുകളിലും സെൽഫ്ലെസ് സർവീസ് വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. നമ്മളുടെ മനസ്സിന്റെ ആസക്തി, അഹന്ത എല്ലാം കുറച്ച് മനസ്സിനെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് നയിക്കാൻ നിസ്വാർത്ഥ സേവനം നമ്മളെ സഹായിക്കുന്നു. അവസാനത്തേത് സമാധി. ഇവിടെ സമാധി എന്നത് മനസ്സിനെ ശാന്തമാക്കാനുള്ള ധ്യാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും മനസ്സിനെ നിരീക്ഷിക്കലാണ് ഇത്. മനസ്സിൽ വരുന്ന ചിന്തകളെ, വികാരങ്ങളെ എല്ലാം നിരീക്ഷിക്കുന്നു. ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം നിങ്ങളെ സഹായിക്കും. ഇതാണ് മനസ്സിനെ തയ്യാറാക്കാനുള്ള ആദ്യത്തെ 4 സാധനകൾ. സ്വാധ്യായം മനസ്സിലെ അജ്ഞാനത്തെ നീക്കുന്നു. സാധനകൾ വികാരത്തെ ശുദ്ധമാക്കുന്നു. സേവ നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കുന്നു. സമാധി മനസ്സിനെ സ്വസ്ഥമാക്കുന്നു. അങ്ങനെ മനസ്സ് പതിയെ പതിയെ ആത്മജ്ഞാനം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അടുത്തത് മൈൻഡ് മാസ്റ്ററിക്ക് വേണ്ടിയുള്ള മനസ്സിന്റെ 6 കഴിവുകളെ പരിചയപ്പെടുത്താം. നമ്മൾ ഷഡ് സമ്പത്ത്, അതായത് സാധന ചതുഷ്ടയം എന്ന സാധനകളിൽ ഷഡ് സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ആ ഷഡ് സമ്പത്തിനെ മനസ്സിന്റെ 6 കഴിവുകളായിട്ടാണ് നോക്കിക്കാണുന്നത്. നമ്മൾക്ക് എല്ലാവർക്കുമുള്ള കഴിവുകളാണ് ഇത്. നമ്മൾ പ്രാക്ടീസിലൂടെയും ചിട്ടയായി ഈ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നു. ആദ്യത്തേത് ക്ഷമ. ക്ഷമ എന്നാൽ മൈൻഡ് കൺട്രോൾ എബിലിറ്റി, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. 2 ദമ, സെൻസ് കൺട്രോൾ എബിലിറ്റി. 3 ഉപരതി, വിഡ്രോവൽ എബിലിറ്റി. 4 തിദിക്ഷ, എൻഡ്യൂറൻസ് എബിലിറ്റി. 5 ശ്രദ്ധ, ട്രസ്റ്റിംഗ് എബിലിറ്റി, മനസ്സിന്റെ വിശ്വസിക്കാനുള്ള കഴിവ്. അവസാനത്തേത് സമാധാനം, ഫോക്കസിംഗ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റിംഗ് എബിലിറ്റി. ഇനി നമുക്ക് ഈ ഓരോ കഴിവുകളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം.
പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും ഈ കഴിവുകളുണ്ട്. നമ്മൾ അത് കുറേശ്ശെ ചിട്ടയായ സാധനങ്ങളിലൂടെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിന്റെ നിയന്ത്രണം എന്നത് എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. അതിന് നിരന്തരമായുള്ള പ്രയത്നവും ചിട്ടയായ സാധനങ്ങളും അനിവാര്യമാണ്. ആദ്യം നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ് മനോ നിയന്ത്രണം, മനസ്സിന്റെ കൺട്രോൾ. നമുക്കറിയാം, നമ്മുടെ മനസ്സിലൂടെ ഒരു ദിവസം അനേകം ചിന്തകൾ കടന്നു പോകുന്നു. ആ ചിന്തകളിൽ നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവായ ഒരുപാട് ചിന്തകൾ ഉണ്ടാകും. നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്നതാണ് ആദ്യ പടി. അതാണ് തോട്ട് റെഗുലേഷൻ. നമ്മൾ നേരത്തെ കണ്ട സമാധി എന്ന സാധന മനസ്സിനെ നിരീക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ സാധനകളും പ്രാക്ടീസുകളും എല്ലാം തന്നെ സാവധാനം വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. മനോനിയന്ത്രണമില്ലെങ്കിൽ മനസ്സ് നമ്മുടെ യജമാനായി മാറുന്നു. സത്യത്തിൽ നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ മനസ്സിന്റെ യജമാനനാവണം. അതിന് നമ്മളെ തോട്ട് റെഗുലേഷൻ, ക്ഷമ സഹായിക്കുന്നു. അടുത്തത് സെൻസറി റെഗുലേഷൻ, ഇന്ദ്രിയ നിയന്ത്രണം. നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് കഴിക്കണം എന്നത് നമ്മൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ. അതാണ് സെൻസ് കൺട്രോൾ, നമ്മളുടെ ഇന്ദ്രിയ നിയന്ത്രണം. ഇന്നത്തെ അവസ്ഥ എന്താണ്? പുറത്തെന്താണോ കാണുന്നത്, മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങളും അതിന് പുറകെ പോകുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ ഇത് നമുക്ക് കുറേശ്ശെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കാണുന്നതിനോടും കേൾക്കുന്നതിനോടും പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ നമുക്ക് ഗുണകരമല്ലാത്തത് കാണാനും കേൾക്കാനും ശ്രമിക്കാതിരിക്കുക. അതിന് ആദ്യം നമ്മുടെ മനസ്സിൽ നടക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഇത് നമ്മളെ കുറേശ്ശെ ഇന്ദ്രിയ നിയന്ത്രണത്തിലേക്ക് എത്തിക്കുന്നു. അടുത്തത് ഉപരതി, വിത്ഡ്രോവൽ എബിലിറ്റി. അനാവശ്യ കാര്യങ്ങളിൽ നിന്നും ബാഹ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള മനസ്സിന്റെ കഴിവിനെയാണ് ഉപരതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഹ്യ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. എല്ലാത്തിലും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കണം. ഈ കഴിവിനെയാണ് ഉപരതി എന്ന് പറയുന്നത്. ഇത് ആത്മീയമായി മുന്നേറാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? എല്ലാ ബാഹ്യ കാര്യങ്ങളിലും നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. അടുത്തത് എൻഡ്യൂറൻസ്, തിതിക്ഷ. വെല്ലുവിളികളെ നേരിടാനുള്ള മനസ്സിന്റെ കഴിവാണ് ഇത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഏതൊരു കാര്യം നേടിയെടുക്കാൻ ശ്രമിച്ചാലും ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ സ്വാഭാവികമായി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ആത്മീയമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ തടസ്സങ്ങളും വെല്ലുവിളികളും വളരെ കൂടുതലായിരിക്കും. ചെറിയ തടസ്സങ്ങൾ പോലും നമ്മുടെ മനസ്സിനെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ തിതിക്ഷ എന്ന മനസ്സിന്റെ കഴിവ് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് കരുത്ത് പകരുന്നു. പക്ഷേ അതിന് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടായിരിക്കണം. അടുത്തത് ശ്രദ്ധ. ശ്രദ്ധ എന്ന വാക്കിന് വിശ്വാസം, ഫെയ്ത്ത് എന്നാണ് അർത്ഥം. അന്ധവിശ്വാസമല്ല, മറിച്ച് ബുദ്ധിപരമായി വിശ്വസിക്കാനുള്ള മനസ്സിന്റെ കഴിവാണ്. ഇവിടെ ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള നമ്മുടെ വിശ്വാസം. ചില ആളുകൾ എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടെ കാണുന്നു. സംശയമുള്ള മനസ്സിന് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഗുരു പറയുന്ന ഗുരുവാക്യങ്ങളിലും ശാസ്ത്രവാക്യങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ. നമുക്ക് ബുദ്ധിപരമായും യുക്തിപരമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് ഇവ. അവസാനത്തേത് സമാധാനം. സമാധാനം എന്ന വാക്കിന് ഇവിടെ ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മനസ്സിന്റെ കഴിവാണ് സമാധാനം. ചെറിയ പ്രശ്നങ്ങളിൽ മനസ്സ് പതറിപ്പോകാതിരിക്കാനും നമ്മൾ നേരത്തെ കണ്ട തിതിക്ഷ, നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ അതേ കമ്മിറ്റ്മെന്റ് നിലനിർത്താനും സമാധാനം നമ്മളെ സഹായിക്കുന്നു. ധ്യാനം എന്ന സാധനയിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ഒരു കാര്യത്തിൽ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ കഴിവുകൾ എല്ലാം നമുക്കുണ്ട്. എന്നാൽ നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. ഇപ്പോൾ മനോനിഗ്രഹം, അതായത് മനസ്സിനെ തയ്യാറാക്കാനുള്ള സാധനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. മനസ്സിന്റെ 6 കഴിവുകളെയും നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. മനോനിഗ്രഹം എന്നത് എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന ഒന്നല്ല. മനസ്സിനെ നിയന്ത്രിക്കുക എന്നതും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഓരോ നിമിഷവും നമ്മൾ മനസ്സിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിൽ ഒരു മാസ്റ്ററി അല്ലെങ്കിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇങ്ങനെ തയ്യാറായ ഒരു മനസ്സിലാണ് ആത്മജ്ഞാനം ശരിയായി പ്രവർത്തിക്കുകയുള്ളൂ.
അല്ലെങ്കിൽ എത്ര വലിയ വേദാന്ത സത്യവും നമ്മൾ കേൾക്കുന്നു, പക്ഷെ നമ്മൾക്ക് അതിൽ നിന്നുള്ള ബെനഫിറ്റ് അല്ലെങ്കിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയാറില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ആത്മജ്ഞാനം നേടാനുള്ള 3 സാധനങ്ങളാണ്. വേദാന്തത്തിന്റെ ജ്ഞാന സമ്പാദനത്തിലുള്ള 3 മാർഗങ്ങളാണ് ശ്രവണം, മനനം, നിധിധ്യാസനം. ആദ്യത്തേത് ശ്രവണം. ഒരു ഗുരുവിൽ നിന്ന് നമ്മുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ശ്രവണം. ഞാൻ എന്നത് കേവലം മനസ്സും ശരീരവുമല്ല, അതിനപ്പുറമുള്ള ഒരു ചൈതന്യമാണ്. ജനനവും മരണവും ഇല്ലാത്ത ഒരു നിത്യസത്യമാണ്. സച്ചിദാനന്ദ ആത്മ ആണെന്ന് ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് മനനം. ഗുരുവിൽ നിന്ന് കേട്ട സത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. സംശയങ്ങളിലൂടെയും ചോദ്യങ്ങളിലൂടെയും കേട്ട സത്യത്തെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാ സംശയങ്ങളും ഈ ഘട്ടത്തിലാണ് നമ്മൾ നിവാരണം ചെയ്യേണ്ടത്. മൂന്നാമത്തേത് നിധിധ്യാസനം. ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും മനസ്സിലാക്കിയ സത്യം നമ്മുടെ ഉള്ളിൽ ഉറക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിത അനുഭവമായി മാറേണ്ടതുണ്ട്. അത് ധ്യാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിധിധ്യാസനം എന്നാൽ വേദാന്തിക് കോൺടെംപ്ലേഷൻ ആണ്. വേദാന്തം ഒരു സത്യത്തെയും അന്ധമായി വിശ്വസിക്കാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് വേദാന്തത്തിന്റെ അടുത്ത 3 ചെക്കിംഗ് പോയിന്റായ ശ്രുതി, യുക്തി, അനുഭവം എന്ന് വരുന്നത്. ശ്രുതി എന്നാൽ ശ്രുതി പ്രമാണങ്ങൾ, നമ്മളുടെ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. യുക്തി എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളെ. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗുരു നിങ്ങളോട് തത്വമസി എന്ന് പറയുന്നു. നീ ആ ബ്രഹ്മമാണെന്ന് പറയുന്നു. നിന്റെ ചൈതന്യവും ഈ പ്രപഞ്ച ചൈതന്യവും ഒന്നാണെന്ന്, നീ അത് തന്നെയാണെന്ന് പറയുന്നു. ഗുരു ഇത് കേവലമായി പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല, മറിച്ച് ഇതൊരു ഉപനിഷത്ത് വാക്യമാണ്. അതായത് അത് ശ്രുതി പ്രമാണമാണ്. അപ്പോൾ ശ്രവണം എന്നത് ശ്രുതി പ്രമാണങ്ങളുടെ ശരിയായ രീതിയിലുള്ള കേൾക്കലാണ്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ ബ്രഹ്മമാണെന്ന് ഗുരു പറയുന്നു, പക്ഷെ എനിക്ക് അത് എൻ്റെ അനുഭവത്തിൽ വരുന്നില്ല. ഞാൻ കേവലം മനസ്സും ശരീരവുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെ ബ്രഹ്മമാവും? ഞാൻ എങ്ങനെ ആ ചൈതന്യമാവും? ഇങ്ങനെയുള്ള സ്വാഭാവികമായ നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നു. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ യുക്തി ഉപയോഗിക്കുന്നത്, അതായത് ലോജിക്. നിങ്ങളുടെ ബ്രെയിൻ ഇവിടെ വർക്കാവുന്നു. ഇതിനെയാണ് മനനം എന്ന് പറയുന്നു. വേദാന്തത്തിന്റെ ഭാഷയിൽ ഇതിനെ വിചാരം ചെയ്യുക എന്നാണ് പറയുന്നത്. തത്വമസി എന്ന മഹാവാക്യത്തിന് 3 തലങ്ങളുണ്ട്. 1 തത്, 2 ത്വം, 3 അസി. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു, അതാണ് ത്വം പദവിചാരം. അടുത്തത് തത് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിനെ തത് പദവിചാരം എന്ന് പറയുന്നു. അവസാനമായി ഇത് രണ്ടും എങ്ങനെ ഐക്യപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അസി പദവിചാരം നടത്തുന്നു. വേദാന്തത്തിന്റെ എല്ലാ സ്റ്റെപ്പുകളും വളരെ ലോജിക്കലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തത്വമസിയിലെ ഈ 3 വാക്യങ്ങളെക്കുറിച്ചും വിചാരം ചെയ്യുന്നു, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അറിവുകൾ നേടുന്നു, മറ്റുള്ളവരുമായി സംശയ നിവാരണം നടത്തുന്നു. അങ്ങനെ ബുദ്ധിപരമായി നമ്മൾ തത്വമസി എന്നത് മനസ്സിലാക്കുന്നു. ഇനി അടുത്ത 3ാമത്തെ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നിധിധ്യാസനം. അത് നമ്മുടെ അനുഭവത്തിൽ വരേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾ അനുഭവം എന്നാൽ ലിറ്ററൽ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് കാണുന്നത് പോലെയോ കേൾക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമല്ല, മറിച്ച് അനുഭൂതി അല്ലെങ്കിൽ തിരിച്ചറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അനുഭവം എന്ന വാക്കിന് കൊണ്ട് വേദാന്തം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് നിത്യമായി ധ്യാനം ചെയ്യുമ്പോൾ, തത്വമസിയെക്കുറിച്ച് ധ്യാനം ചെയ്യുമ്പോൾ, തത് വിചാരം, ത്വം വിചാരം, അസി വിചാരം എന്നതിന്റെ മൂർധന്യത്തിലെത്തുമ്പോൾ അത് നിങ്ങൾക്ക് വെളിപ്പെട്ടു വരുന്നു. അത് നിങ്ങൾക്ക് തിരിച്ചറിവിലൂടെ നിങ്ങളിലേക്ക് വരുന്നു. ഇതാണ് 3ാമത്തെ ഘട്ടം. നമ്മൾ അജ്ഞാനം മാറാൻ വേദാന്തത്തിന്റെ 3 വഴികൾ, ആത്മ ഇസ് ഈക്വൽ ടു ബ്രഹ്മം എന്നീ 2 വീഡിയോകളിലായി ഈ ഘട്ടങ്ങളെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ദയവായി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ആ വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം പറയുന്നത് മനോനിഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. സാധനകളിലൂടെയും നിരന്തര പ്രാക്ടീസുകളിലൂടെയും അത് നമുക്ക് സാധ്യമാക്കാം. സാധനകളിലൂടെയും നിരന്തര പ്രയത്നങ്ങളിലൂടെയും അത് നമുക്ക് സാധ്യമാക്കിയെടുക്കാം. എന്നാൽ മനോനിഗ്രഹം നിങ്ങളെ മോക്ഷത്തിലേക്ക് എത്തിക്കുകയില്ല. മോക്ഷം എന്നത് ജ്ഞാനത്തിലൂടെ നേടേണ്ട ഒന്നാണ്. അപ്പോൾ മനോനിഗ്രഹമുള്ള മനസ്സിൽ ആത്മജ്ഞാനം ഉണ്ടാകുന്നു. ആത്മജ്ഞാനം നിങ്ങളെ മനോനാശം, അതായത് എൻലൈറ്റൻമെന്റിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു.
നിങ്ങളുടെ ഫോൾസ് ഐഡന്റിറ്റി, തെറ്റായ എല്ലാ ധാരണകളും നീക്കാൻ ജ്ഞാനം സഹായിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കാൻ മനോനിഗ്രഹം സഹായിക്കുന്നു. മനോനിഗ്രഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഫലമായി നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്നു. അവസാനമായി വേദാന്തം പറയുന്നു, നിങ്ങൾ മനസ്സല്ല, മറിച്ച് മനസ്സിനെ അറിയുന്ന നിത്യ ചൈതന്യമാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.